ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ജനങ്ങൾ ഇവിടുത്തെ ഈ മണ്ഡലത്തിൻ്റെ വികസന ആവശ്യങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം വന്നാൽ നന്നായിരിക്കുമെന്നുള്ള അവരുടെ ആഗ്രഹവും പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് തൃക്കാക്കര. അത് പിടിച്ചെടുക്കുക എളുപ്പമാണോ? ഒരു ബാലികേറ മലയല്ല. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം എന്നുള്ളത് നമുക്കൊരു പ്രശ്നമാകുന്നതായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണക്കാർക്ക് നൽകുന്ന ഒരു വാഗ്ദാനം എന്താണ്? അവരിൽ ഒരാളായി നിൽക്കുമെന്നുള്ളത് തന്നെയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. നമസ്കാരം. തൃക്കാക്കര മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ് നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ പ്രചരണമൊക്കെ? നന്നായി പോകുന്നു. നല്ല ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രചരണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പം എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ജനങ്ങൾ ഇവിടുത്തെ ഈ മണ്ഡലത്തിൻ്റെ വികസന ആവശ്യങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം വന്നാൽ നന്നായിരിക്കുമെന്നുള്ള അവരുടെ ആഗ്രഹവും പ്രകടിപ്പിക്കുന്നുണ്ട്. വികസന മുരടിപ്പ് മണ്ഡലത്തിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കിഫ്ബി ഫണ്ടൊക്കെ ഉപയോഗിക്കാത്തൊരു മണ്ഡലം ആയിട്ട് തൃക്കാക്കര നിലനിൽക്കുകയാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഓരോ മേഖലയിലും നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ആ വികസനങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിക്കുക തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിലൊരാളായിട്ടുണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് തൃക്കാക്കര. അത് പിടിച്ചെടുക്കുക എളുപ്പമാണോ? ഒരു ബാലികേറ മലയല്ല. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന് നല്ല രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ നന്നായി ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം എന്നുള്ളത് നമുക്കൊരു പ്രശ്നമാകുന്നതായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. റോഡുകൾ, ഗതാഗത പ്രശ്നമാണ് ഈ തൃക്കാക്കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മെട്രോ ആദ്യമായിട്ട് കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ യാത്രക്കാരായപ്പോൾ ജനങ്ങൾ മെട്രോയുടെ ആ ഒരു ആവശ്യകതയെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എറണാകുളത്തിൻ്റെ വികസനത്തിന് മെട്രോ പോലുള്ള സംവിധാനങ്ങൾ അനിവാര്യമാണ് എന്നുള്ളത് ജനങ്ങളും അതോടൊപ്പം തന്നെ നമ്മളും മനസ്സിലാക്കുന്നു. ആ രീതിയിൽ പ്രവർത്തിക്കും. സാധാരണക്കാർക്ക് നൽകുന്ന ഒരു വാഗ്ദാനം എന്താണ്? അവരിലൊരാളായി നിൽക്കുമെന്നുള്ളത് തന്നെയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. കാരണം അവരുടെ ഓരോ പ്രശ്നങ്ങൾ പലതായിരിക്കുമല്ലോ. അതിലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ സർവോപരി അവരിൽ ഒരാളായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരിൽ ഒരാളായിട്ട് ഞാൻ എന്നും അവരോടൊപ്പം ഉണ്ടാകും. മനസ്സിൽ തട്ടിയ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓടി വന്ന് നമ്മളെ, കാരണം ആ രീതിയിൽ നിങ്ങളിൽ ഞങ്ങളെ ഒരാളായിട്ട് കാണുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു, കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോകുമ്പോൾ അവർ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് നമുക്കൊരു വലിയ അനുഭവമാണ്. ജനങ്ങൾക്ക് നല്ലൊരു ജനപ്രതിനിധിയായി മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. തീർച്ചയായിട്ടും. എന്തായാലും വികസന മുരടിപ്പ് തന്നെയാണ് തൃക്കാക്കരയിൽ ഉള്ളത് എന്നാണ് മണ്ഡലത്തിൽ പ്രചരണം നടത്തുമ്പോൾ സ്ഥാനാർത്ഥി കാണുന്നത്. ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഇപ്രാവശ്യം കഴിയും. എന്തായാലും ബാലികേറ മലയല്ല തൃക്കാക്കര എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് പുഷ്പദാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.